14-കാരനെ മർദ്ദിച്ച കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം വിവാദമായതോടെ സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ച പ്രതിയെ വീണ്ടും അറസ്റ്റ് ചെയ്തു. ജില്ലാ പോലീസ് മേധാവി ഇടപെട്ടാണ് കായംകുളം പോലീസിന്റെ നടപടി തിരുത്തിയത്. BJP പ്രവർത്തകനായ മനോജിനെയാണ് കായംകുളം പോലീസ് ഇന്നലെ വിട്ടയച്ചത്. ആക്രി സാധനങ്ങൾ വിൽക്കാൻ പോയ 14-കാരൻ ഷാഫിയെയാണ് ക്രൂരമായി മർദ്ദിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് വീട്ടിൽ നിന്നുള്ള ആക്രി സാധനങ്ങൾ വിൽക്കാൻ ഷാഫിയും സഹോദരനും കൂടി കടയിലേക്ക് പോയി മടങ്ങി വരുമ്പോഴായിരുന്നു അക്രമം. കാപ്പിൽ കിഴക്ക് ആലമ്പള്ളിയിൽ മനോജ് എന്നയാൾ കുട്ടികളുടെ സൈക്കിൾ തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നു. ആക്രിക്കടയിൽ കൊടുത്ത സാധനങ്ങൾ ആരുടേതാണെന്ന് ചോദിച്ചായിരുന്നു മർദ്ദനം. കഴുത്തിന് കുത്തിപ്പിടിച്ച് ഉപദ്രവിച്ചതായി കുട്ടികൾ പറയുന്നു. പുള്ളിൻ്റെ കൊങ്ങാക്കി കുത്തിപ്പിടിച്ച് എന്നിട്ട് തിരിഞ്ഞ് അടിനാവിക്ക് ചവിട്ടി അപ്പോഴത്തേക്ക് ഞാനവിടെ അടിനാക്കി ചവിട്ടി തള്ളിയിടുമായിരുന്നു. കോളറെ പിടിച്ച സൈക്കിൾ എടുത്ത് തലയും കുത്തിയിട്ടിട്ട് സൈക്കിൾ മൊത്തം നശിപ്പിച്ച് എന്നിട്ട് എൻ്റെ കോളറെ പിടിച്ച് അണ്ണമാരി ചള്ളക്കി വന്നു. ഇളയ കുട്ടി വീട്ടിലെത്തി അറിയിച്ചതിനെ തുടർന്ന് മൂത്ത സഹോദരൻ ഓടിയെത്തുമ്പോൾ ഷാഫിയെ നിലത്തിട്ട് ചവിട്ടുകയായിരുന്നു എന്ന് മാതാവ് ഫാത്തിമ പറഞ്ഞു. പരിക്കേറ്റ കുട്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആദ്യഘട്ടത്തിൽ പരാതി നൽകിയിട്ടും കേസെടുക്കാതിരുന്ന കായംകുളം പോലീസ് കുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായതോടെ നിസ്സാര വകുപ്പുകൾ ചുമത്തി കേസെടുത്ത ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഇടപെട്ടാണ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയത്. പ്രതിയെ ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. കായംകുളം പോലീസ് ഇടപെട്ട് കേസ് ഒത്തുതീർപ്പാക്കുന്നതിനിടയിലാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നടപടി. 24 ആലപ്പുഴ.